പവിത്രമായ അതിവിശിഷ്ടമായ അസ്മാഉൽ ഹുസ്നയിലെ ഈ ദിവ്യനാമം സ്ഥിരമായി പതിവായി ചൊല്ലുന്നവരുടെ സർവ്വകാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റുള്ളവരുടെ സഹായം കൂടാതെ നിറവേറ്റി കൊടുക്കും. ഈ പരിശുദ്ധമായ ഇസ്മ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്ക്, ആ മലക്കിന് കീഴിലുള്ള 4 നായകന്മാർ, ഇതിന്റെ ഹാദിമായ മലക്ക്, ആ മലക്കിന് കീഴിലുള്ള 4 നായകന്മാർ, 4 നായകന്മാർക്ക് കീഴിലും 66 അണികളുണ്ട്. ഓരോ അണികളിലും 66,000 മലക്കുകളുമുണ്ട്. ആ മലക്കുകളൊക്കെയാണ് ഇതുകൊണ്ട് ഏൽപ്പിക്കപ്പെട്ടവര്. അതുകൊണ്ട് തന്നെ ഈ നാമം ഉരുവിട്ടുകൊണ്ടിരിക്കുന്നവരുടെ എല്ലാ കാര്യങ്ങളും നിറവേറ്റി കൊടുക്കാൻ ആ മലക്കുകളുടെ സഹായമുണ്ടാകും. ആ മലക്ക് വന്ന് ആഗ്രഹങ്ങളും അവന്റെ ആവശ്യങ്ങളും നിറവേറ്റി കൊടുക്കും. ഈ നാമവുമായി, ഈ ഇസ്മുമായി അത്രമേൽ ബന്ധപ്പെടുന്ന ആളുകൾക്ക് ലഭിക്കുന്ന വലിയ നേട്ടമാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റഹ്മത്തിന്റെ മാലാകമാർ ആ കാര്യങ്ങളൊക്കെ നിർവഹിച്ചു കൊടുക്കുന്ന ആ മുത്തഖീങ്ങളുടെ, വിജയികളുടെ കൂട്ടത്തിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് പവിത്രമായ അസ്മാഉൽ ഹുസ്നയിലെ ആ ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ തന്നെ ഈ ചൊവ്വാഴ്ച കൺസൾട്ടേഷൻ ചൊവ്വാഴ്ചക്ക് തൊട്ടു മുമ്പുള്ള ഞായറാഴ്ചയാണ് വിളിക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഞായറാഴ്ച 10 മണിക്ക് ശേഷം മാത്രം കോൾ ചെയ്യുക. 10 മണിക്ക് ശേഷം നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ആ സമയത്ത് കോൾ അറ്റൻഡ് ചെയ്തു തുടങ്ങും. അപ്പോൾ കൂടുതൽ സമയവും നിങ്ങൾ വിളിക്കുമ്പോൾ ബിസി കാണിക്കുകയായിരിക്കും. കാരണം ഒരുപാട് ആളുകൾ വിളിക്കുമ്പോൾ അങ്ങനെയാണല്ലോ കാണിക്കുക. അപ്പൊ ട്രൈ ചെയ്തുകൊണ്ടിരുന്നാൽ കിട്ടുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. 2-3 മണിക്കൂറിനുള്ളിൽ ഏകദേശം ഫുൾ ബുക്കിങ്ങും പെട്ടെന്ന് തീരും ചെയ്യും. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ആദ്യം വിളിക്കാൻ വേണ്ടി ശ്രമിക്കണം. കുറച്ച് കഴിഞ്ഞാലും വിളിച്ചു നോക്കുക, ചിലപ്പോൾ ബുക്കിംഗ് ഫുൾ ആയിട്ടുണ്ടാവില്ല. നമ്മൾ ഫോൺ എടുക്കാൻ കഴിയാത്ത സാഹചര്യമൊക്കെ ആവുമ്പോൾ അത് ചിലപ്പോൾ നീണ്ടു പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പലരും ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ ഈ ദിവസവും കഴിഞ്ഞ ദിവസമൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൃത്യമായി സമയം പാലിച്ച് വിളിക്കുന്നവർക്കൊക്കെ ലഭിക്കുന്നുണ്ട്. അവരുടെ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അറ്റൻഡ് ചെയ്യാതെ ഒരാളും ഇവിടെ എത്തൂല. കാരണം നമ്മൾ സ്ഥലം പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ കോൾ അറ്റൻഡ് ചെയ്യുന്നത് കൊണ്ടാണ് ഓരോ ചൊവ്വാഴ്ചയും അത്രയധികം ആളുകൾ ഇവിടെ എത്തുന്നത്. അപ്പോൾ ആ കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. സമയം പാലിച്ച് മാത്രം കോൾ ചെയ്യാം. പിന്നെ നമ്മൾ ഇത്തരം വിഷയങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യലും ഇൻസ്റ്റഗ്രാം വഴിയാണ് അപ്ഡേറ്റ് ചെയ്യല്. കാരണം വാട്സപ്പിൽ നമ്പർ സേവ് ചെയ്തവർക്ക് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. ഇൻസ്റ്റഗ്രാം ആവുമ്പോൾ നിങ്ങൾക്ക് ഏത് സമയത്ത് എടുത്തു നോക്കിയാലും നമ്മൾ സ്റ്റോറി ഇട്ടത്, സ്റ്റാറ്റസ് ഇട്ടത് അപ്പോൾ തന്നെ അത് നമ്പർ സേവ് ചെയ്യുകയോ ഫോളോ ചെയ്യുകയോ ഒന്നും ചെയ്യേണ്ട. ആർക്കും എപ്പോഴും എടുത്തു നോക്കിയാൽ കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ അവിടെ അപ്ഡേറ്റ് ചെയ്യുന്നത്. ഇവിടെ അപ്ഡേറ്റ് ചെയ്താൽ പല ആളുകൾക്കും അത് കാണാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ടാണ്. ഇൻഷാ അല്ലാഹ് അപ്പോൾ കാര്യങ്ങളൊക്കെ അതിൻ്റെ രൂപത്തിൽ കൊണ്ടുപോകുമ്പോൾ വളരെ പെട്ടെന്ന് അതിലേക്ക് എത്താൻ സാധിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്ന, അസ്മാഉൽ ഹുസ്നയെ കുറിച്ച് ഇടയ്ക്കിടെ നമ്മളെ സംസാരത്തിൽ കൊണ്ടുവരാറുണ്ട്. അസ്മാഉൽ ഹുസ്ന എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ നാമങ്ങളാണ്. അതിന് ഓരോ ഇസ്മുകളെ കുറിച്ചും പറയാൻ വലിയ വലിയ മഹാന്മാർ ധാരാളം പേജുകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. വലിയ വലിയ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. ഒരു ഇസ്മിനെ കുറിച്ച് മാത്രം പറയാൻ എത്ര വരികളാണ് അവർ ഉപയോഗിച്ചത്, എത്ര പേജുകളാണ് അവർ ഉപയോഗിച്ചത്. അസ്മാഉൽ ഹുസ്നയിലെ ഓരോ ഇസ്മുകളെയും കൃത്യമായി പഠിച്ച് അതിന്റെയൊക്കെ റിയാദകൾ പൂർത്തിയാക്കി വീട്ടിയിട്ട് അസ്മാഉൽ ഹുസ്ന പ്രയോഗിക്കാൻ കൃത്യമായി അറിയുന്നവൻ, അതിന്റെ പ്രയോഗങ്ങൾ പഠിച്ചവൻ, അവനൊന്നും ഒരു പ്രയാസം ഉണ്ടാവില്ല. ഏതു പ്രതിസന്ധി ഘട്ടങ്ങളിലും ഒരൊറ്റ തവണ ആ ഇസ്മു കൊണ്ട് അമൽ ചെയ്യുമ്പോഴേക്കും അവരുടെ കാര്യങ്ങൾ സാധിക്കുന്നു. അത് അസ്മാഉൽ ഹുസ്നയുടെ പവിത്രതയാണ്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ ദിവസവും പറയാറുള്ളത്, അസ്മാഉൽ ഹുസ്ന മുറുകെ പിടിക്കുക, അസ്മാഉൽ ഹുസ്ന കൊണ്ടുള്ള അമലുകൾ പഠിക്കുക. അതുകൊണ്ടുള്ള അമലുകൾ പഠിച്ച് അതുകൊണ്ട് വളരെ കൃത്യമായി പ്രയോഗിക്കുകയും ചെയ്യാം. ഇന്ന് നമ്മൾ അസ്മാഉൽ ഹുസ്നയിലെ അൽ വക്കീൽ എന്ന് പറയുന്ന ഇസ്മിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. നമ്മൾ ഈ മുഹറം മാസത്തിലൊക്കെ സാധാരണ നമ്മൾ ധാരാളമായിട്ട് ചൊല്ലുന്ന, എല്ലാ മാസങ്ങളിലും ചൊല്ലേണ്ട, എല്ലാ പ്രഭാതങ്ങളിലും പ്രദോഷങ്ങളിലും ചൊല്ലേണ്ട ഒരുപാട് ദിക്റുകൾ ഈ ഒരു ഇസ്മുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, ഹസ്ബിയല്ലാഹു വ നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. ആ വക്കീൽ എന്ന് പറയുന്ന ഇസ്മ, അൽ വക്കീൽ എന്ന് പറയുന്ന ഇസ്മ,
ആ വക്കീൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ കാര്യങ്ങളെല്ലാം ഏൽപ്പിക്കപ്പെടുന്നവൻ, ഭരമേൽക്കുന്നവൻ എന്നൊക്കെയാണ് ഈ ഒരു ഇസ്മിന്റെ അർത്ഥം തന്നെ. മറ്റൊരാളെ ഏൽപ്പിക്കുകയോ ചുമതലപ്പെടുത്തുകയോ ചെയ്യൽ കൊണ്ട് മാത്രം കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിവുള്ള വക്കീലും, ചില കാര്യങ്ങൾ മാത്രം സ്വന്തമായി ഏറ്റെടുത്ത് നിർവഹിക്കാൻ കഴിവുള്ള വക്കീലും അപൂർണരായ വക്കീലാണ്. നമ്മളിപ്പോ ചില കാര്യങ്ങളൊക്കെ മറ്റുള്ളവരെ ഏൽപ്പിക്കും ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോ അവര് നമ്മള് പറഞ്ഞതുകൊണ്ട്, നമ്മൾ ഏൽപ്പിച്ചത് കൊണ്ട് മാത്രം ചെയ്യുന്ന വക്കീലുകളാണ് അവർ, അല്ലെ? ഏൽപ്പിച്ച കാര്യങ്ങൾ മാത്രം ചെയ്യാൻ വേണ്ടിയിട്ട് അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് അവർ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നു. അത്തരം വക്കീലുകളുണ്ട്. എന്നാൽ അള്ളാഹുവിൻ്റെത് അങ്ങനെയല്ല. മറ്റൊരാൾ ഏൽപ്പിക്കുകയോ ചുമതലപ്പെടുത്തുകയോ ചെയ്യാതെ തന്നെ സ്വന്തമായി സർവകാര്യങ്ങളുടെയും ഭരമേൽക്കാൻ അർഹതയുള്ളവൻ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. ഈ വിശേഷണം അത് അള്ളാഹുവിന് മാത്രമുള്ളതാണ്. അപ്പൊ നമ്മൾ ചിലപ്പോൾ ചില ആളുകളെ കുറിച്ചൊക്കെ വക്കീൽ എന്ന് പറയാറുണ്ട്. നമ്മളെ കേസും കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കുന്ന ആളുകൾ, അത് നമ്മുടെ കേസും കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് അത് അവര് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ഏൽപ്പിക്കുന്നതാണ് വക്കീൽ എന്ന് പറയും നമ്മൾ അറബിയിൽ. ചില പദങ്ങളൊക്കെ അറബിയിൽ നിന്ന് മലയാളീകരിച്ചു വന്ന ചില പദങ്ങളൊക്കെ ഉണ്ട്. റദ്ദ് ചെയ്തു എന്ന് കേൾക്കാറില്ലേ? അത് അറബിയിൽ നിന്ന് വന്നതാണ്. വക്കീൽ അത് അറബിയിൽ നിന്ന് വന്നതാണ്. അങ്ങനെ ഒരുപാട് പദങ്ങളുണ്ട്. നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും പദങ്ങളുണ്ടെങ്കിൽ താഴെ എഴുതി അറിയിച്ചു. ഞാൻ 2 ഉദാഹരണത്തിന് പറഞ്ഞു എന്നേ ഉള്ളൂ. ആ വക്കീലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വന്നതാണ്. വക്കീൽ, അഡ്വക്കേറ്റിന് നമ്മൾ വക്കീൽ എന്ന് പറയില്ലേ? നമ്മുടെ കാര്യങ്ങളൊക്കെ അവരെ ഏൽപ്പിച്ച് കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവര് പ്രൊസീജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളെ കുറിച്ച് വക്കീൽ എന്നാണല്ലോ നമ്മൾ പറയാറുള്ളത്. അപ്പോ അൽ അസ്മാഉൽ ഹുസ്നയിലെ അൽ വക്കീൽ എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ വക്കീൽ യഥാർത്ഥത്തിൽ അല്ലാഹു മാത്രമാണ്. മറ്റൊരാളെ ഏൽപ്പിക്കാതെ ഓരോരുത്തരുടെ കാര്യങ്ങളും കൃത്യമായി കാര്യങ്ങളെല്ലാം ചെയ്യുന്നവൻ. നമ്മളെ ഏൽപ്പിച്ചിട്ടൊന്നുമല്ലല്ലോ, അല്ലാഹു കൃത്യമായി ചെയ്തിരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹുവിൽ ഭരമേൽപ്പിക്കാം. അങ്ങനെ ഭരമേൽക്കാൻ അർഹതയുള്ളവൻ അല്ലാഹു മാത്രമാണ്. വേറെ ആർക്കും അങ്ങനെ കഴിയാം? നമ്മുടെ ഏത് പ്രതിസന്ധികളും ഏതൊരാളോട് ചെന്ന് പറഞ്ഞാലും അവർക്കത് ഭരമേൽക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. ഒരു ലിമിറ്റ് വെച്ചിട്ട് ഭരമേൽക്കാൻ സാധിക്കുകയുള്ളൂ. അവർക്ക് കൃത്യമായിട്ട് അതിൽ നിന്ന് പൂർണ്ണമായിട്ട് അവർക്ക് അത് ഏറ്റെടുക്കാൻ കഴിയില്ല. ഇപ്പൊ നമുക്കറിയാം, പൂർണ്ണമായും ഏറ്റെടുത്ത് ചെയ്യാൻ കഴിയുന്നവൻ അത് അല്ലാഹു മാത്രമാണ്. മറ്റുള്ളവരൊക്കെ ചെയ്യുന്നത് അല്ലാഹു നൽകിയ ആ കഴിവിന്റെ പരിധിയിൽ നിന്ന് മാത്രമാണ് മറ്റുള്ളവരൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഏത് വിഷയങ്ങളും ഭരമേൽക്കാൻ അർഹതയുള്ളവൻ അല്ലാഹു മാത്രമാണ്. അത് പൂർണ്ണമായും ഭരമേൽപ്പിക്കുന്നത് അല്ലാഹുവിൽ മാത്രമാണ്. നാം അത്തരം വിഷയങ്ങളൊക്കെ ഭരമേൽപ്പിക്കേണ്ടത്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് സലാമത്ത് നൽകാൻ കാരണമാകുന്നതാണ്. അപ്പൊ ഈ ഇസ്മിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം നമ്മളെപ്പോഴും പറയാറുണ്ട്. നമ്മോട് ആരെങ്കിലും എന്തെങ്കിലും വിഷയങ്ങൾ വന്ന് പറയുമ്പോൾ, വല്ല പ്രയാസങ്ങളും മറ്റും വന്ന് പറയുമ്പോൾ, ആ പ്രയാസങ്ങൾ നമുക്ക് നമ്മുടെ കഴിവിനനുസരിച്ച് ഏറ്റെടുക്കാൻ സാധിക്കും. നമ്മൾ ഏറ്റെടുക്കണം. ഒരാൾ നമ്മളോട് പറയണം, ഇന്നാലിന്ന വിഷയത്തില്, നീ എന്റെ കാര്യത്തിൽ, നമ്മൾ ഹോസ്പിറ്റലിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലോ മറ്റൊക്കെ ഇരിക്കണം. അപ്പോ ശാരീരികമായി കഴിയാത്ത അസുഖം വല്ലാതെ ബാധിച്ച ഒരു വൃദ്ധരായ ഫാമിലിയാണ് അവര്. നമ്മൾ തൊട്ടടുത്ത് വേറെ എന്തോ ആവശ്യത്തിന് വേണ്ടി വന്നിരുന്നു. അപ്പൊ അവര് ഇൻഷൂറിന്റെ കാർഡും വെച്ച് ഇങ്ങനെ എങ്ങനെങ്കിലും ഇൻഷൂർ കിട്ടുകയാണെങ്കിൽ അവരുടെ മേജർ ഓപ്പറേഷൻ കഴിഞ്ഞാൽ വലിയ റാഹത്തായി കിട്ടും. പക്ഷെ ഇൻഷൂറുമായി ബന്ധപ്പെട്ട് അത് ആ മെഡിക്കൽ കോളേജിന്റെ പല ഭാഗങ്ങളിലേക്കും ഒരുപാട് നടക്കണം. അങ്ങനെ നടന്നു പോകാൻ അവർക്ക് കഴിയുന്നില്ല. നമ്മളത് കാണുകയോ മനസ്സിലാക്കുകയോ ചെയ്തു. അങ്ങനെ മനസ്സിലാക്കുകയോ കാണുകയോ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് സഹായിക്കാൻ വേണ്ടി നമ്മൾ മുന്നോട്ട് വരണം. അല്ലെങ്കിൽ അവർ നമ്മളോട് ആവശ്യപ്പെട്ടു, ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എന്താ ചെയ്യാ, ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മളിത് ഏറ്റെടുത്ത് ആ കാര്യങ്ങളൊക്കെ കൃത്യമായി നിർവഹിച്ചു കൊടുക്കുക. അത് മറ്റുള്ളവന്റെ മനസ്സിന് സന്തോഷം നൽകുകയും അവനെ സാന്ത്വനപ്പെടുത്തുകയും ചെയ്യലും കൂടെയാണല്ലോ. അതൊരു സ്വതക്കയാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ അവരുടെ മനസ്സിനൊരു സന്തോഷം വരൂലേ? അതാണ് ഹബീബായ തങ്ങൾ പറഞ്ഞ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലുകളിൽ ഒന്ന് അത് ഇദ്ഖാലു സുറൂരി അലൽ മുഅ്മിനി അലൽ മുസ്ലിമി സ്വതക്ക. ഒരാളുടെ ഹൃദയത്തിലേക്ക് സന്തോഷത്തിന് പകർന്നു നൽകുക എന്നുള്ളത്, അത് ഇറ്റ്സ് ആൻ ആക്ട് ഓഫ് ചാരിറ്റി. അതൊരു സാന്ത്വന പ്രവർത്തനമാണ്. അതൊരു സ്വതക്കയാണെന്ന് മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വരാൻ നമുക്ക് നമ്മുടെ ഇസ്മിലേക്ക് അൽ വക്കീൽ എന്ന് പറയുന്ന ഇസ്മ 2 രൂപത്തിൽ നമുക്ക് ചൊല്ലാം. അൽ വക്കീൽ, അൽ വക്കീൽ, അൽ വക്കീൽ എന്ന് ചൊല്ലാം. യാ വക്കീലു യാ അല്ലാഹ് എന്ന് ചൊല്ലാം. ഇനിയും വേറെ ഒരുപാട് രൂപങ്ങളിൽ പല ഇസ്മുകളും ചേർത്തിട്ട് ചെല്ലേണ്ട രൂപങ്ങളൊക്കെ ഉണ്ട്. കൂടുതലായിട്ട് ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല.
അപ്പോ അസ്മാഉൽ ഹുസ്നയിലെ അൽ വക്കീൽ എന്ന് പറയുന്ന ഈ ഇസ്മിനെ സ്ഥിരമായി ചൊല്ലുന്നവർ, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പതിവായി ചൊല്ലുന്നവർ, സർവ്വകാര്യങ്ങളും അവന്റെ ഏതു വിഷയങ്ങളുണ്ടോ ആ വിഷയങ്ങൾ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരാളുടെയും സഹായം കൂടാതെ, പരസഹായം കൂടാതെ അല്ലാഹു നിറവേറ്റി കൊടുക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രതിസന്ധികൾ വരുമ്പോ, പ്രയാസങ്ങൾ വരുമ്പോ ഈ ഇസ്മ മുറുകെ പിടിക്കാം, ഈ ഇസ്മ കൊണ്ട് അമൽ ചെയ്യാം. യാ വക്കീലു യാ അല്ലാഹ്, യാ വക്കീലു യാ അല്ലാഹ്, യാ വക്കീലു യാ അല്ലാഹ്, അങ്ങനെ ചൊല്ലാം. അതേപോലെ തന്നെ നമ്മള് ഈ ഇസ്മുമായി ബന്ധപ്പെട്ട് 2 ആയത്തുകൾ, ഇസ്മുമായി ബന്ധപ്പെട്ട ആയത്താണ് ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ എന്ന് പറയുന്ന ആയത്ത്. നമുക്ക് ഓതാ. ഹസ്ബുനല്ലാഹിയുടെ മഹത്വം നമുക്കറിയാം, നമ്മൾ അതിനെക്കുറിച്ച് പ്രത്യേകമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് മറ്റുള്ളവരൊന്നും ഹെൽപ്പ് ചെയ്യാൻ ഇല്ലാത്ത ഒരു സാഹചര്യം നമ്മിലേക്ക് കടന്നു വരും. അത്തരം സാഹചര്യങ്ങളൊക്കെ ഈ ഇസ്മ നമുക്ക് കൃത്യമായി ഉപയോഗിക്കാവുന്നതാണ്. നല്ല രൂപത്തിൽ അമൽ ചെയ്താൽ നല്ല റിസൾട്ട് അതിന് ലഭിക്കും. അതുകൊണ്ട് തന്നെ അസ്മാഉൽ ഹുസ്നയിലെ ഈ ഇസ്മ വളരെയധികം കൃത്യമായി നോട്ട് ചെയ്ത് വെച്ച് ഇത് കൃത്യമായി ഉപയോഗിക്കുക. മറ്റുള്ളവരുടെ സഹായം കൂടാതെ നമ്മുടെ ഏത് കാര്യങ്ങളും നേടിയെടുക്കാൻ. ചിലർ വിളിച്ചിട്ട് പറയലുണ്ട്, ഉസ്താദ് എൻ്റെ ഉപ്പ മരണപ്പെട്ടു, എൻ്റെ ഹസ്ബൻഡ് മരണപ്പെട്ടു, മക്കളാരും ഇല്ല, എന്താ ചെയ്യേണ്ടത്? അവർക്കൊക്കെ ഈ ഇസ്മ, ഇത് ഒരു തവക്കുലിന്റെ ഇസ്മും കൂടെയാണ്. അതേപോലെ തന്നെ ആരും ഇല്ലാതെ, ആരും സപ്പോർട്ട് ചെയ്യാതെ നിരാശ്രയനായി കഴിയുന്ന ആളുകൾക്കൊക്കെ ഈ ഇസ്മ ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ തന്നെ അവന്റെ കാര്യങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരസഹായം കൂടാതെ, മറ്റുള്ളവരുടെ സഹായം കൂടാതെ നിറവേറ്റി കൊടുക്കും. അതേപോലെ തന്നെ അവന് ഭക്ഷണത്തില് വലിയ ബറക്കത്ത് ഉണ്ടാകും. കാര്യകാരണ ബന്ധം അല്ലാഹു അയാളിൽ നിന്ന് എടുത്തു തീർക്കുകയും കാരണമില്ലാതെ ബറക്കത്തുകൾ വന്നുകൂടുന്ന അവസ്ഥയുണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. അതിനെക്കുറിച്ച് പറയുമ്പോൾ കൂടുതൽ ഡീപ്പായിട്ട് സംസാരിക്കണം. നമുക്ക് ഏത് വിഷയങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അത്ഭുതകരമാകുന്ന രൂപത്തിൽ നമ്മിലേക്ക് എത്തും എന്നുള്ളത് ചെറിയ രൂപത്തിൽ മനസ്സിലാക്കി വെക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഇസ്മ കൊണ്ട് അമൽ ചെയ്യുന്നത് കൊണ്ട് എന്തെല്ലാം ഫലങ്ങൾ ലഭിക്കോ ആ ഫലങ്ങളൊക്കെ അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഇസ്മ പതിവായി 4000 തവണ ഉരുവിടുകയാണെങ്കിൽ പ്രകൃതിക്ഷോഭങ്ങളെ തൊട്ട് രക്ഷപ്പെടുന്നതാണ്. ഇപ്പൊ ഈ സമയത്തൊക്കെ നല്ല മഴക്കാലാണ് അല്ലെ, ഒരുപാട് ദുരിതങ്ങളും ദുരന്തങ്ങളും ആക്രമണങ്ങളൊക്കെ നമ്മൾ മഴക്കെടുതികളും ഒക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കണം. അതുകൊണ്ട് തന്നെ ഇത്തരം സന്ദർഭങ്ങളിൽ ഇടി, മിന്നൽ, കാറ്റ്, പ്രളയം, അഗ്നിബാധ തുടങ്ങിയ വിപത്തുകളെ സംബന്ധിച്ച് ഭയമുണ്ടാകുന്ന സമയത്ത് ഈ ഇസ്മിനെ ധാരാളം ഉച്ചരിച്ചു കൊണ്ടിരുന്നാൽ മതി. അതാണ് നമ്മൾ പറഞ്ഞത്. നിങ്ങൾ അസ്മാഉൽ ഹുസ്നയുടെ ഓരോ ഇസ്മുകളെ കുറിച്ചും കേൾക്കുമ്പോൾ നിങ്ങളൊരു നോട്ട് എടുത്ത് എഴുതി വെക്കുക പ്രത്യേകം. അപ്പോ നമുക്ക് ഇതൊക്കെ ഒരു കാവലായിട്ട് ചെല്ലാൻ വേണ്ടി പറ്റും. അത്ഭുതങ്ങൾ സംഭവിക്കും. നിങ്ങളേതോ പണ്ട് ഈ അടുത്തോ എങ്ങോ ഒരു വീഡിയോ നമ്മളൊക്കെ കണ്ടു. പെട്ടെന്ന് ഒരു ഫ്ലൈറ്റ് യാത്ര നടന്നുകൊണ്ടിരിക്കുക, പെട്ടെന്ന് ഫ്ലൈറ്റ് എന്തോ ഒരു തകരാറ് വന്ന് അപകടം സംഭവിക്കാൻ എത്തുന്ന രൂപത്തിലേക്ക് എത്തിയപ്പോ ഒരുപാട് ആളുകൾ അതിലെ അല്ലാ 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 എന്ന് വിളിക്കുന്നു. മറ്റു ചില ആളുകൾ അല്ലാഹു അക്ബർ എന്ന് പറയുന്നു. മറ്റു ചില ആളുകൾ അവരവർക്ക് അറിയുന്ന രൂപത്തിൽ ഓരോ രൂപത്തിലും ഓരോ ദിക്റുകളൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു, തക്ബീറുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ഉപയോഗിക്കാനുള്ള ചില ഇസ്മുകളെ കുറിച്ച് അറിയുമ്പോൾ ഒരു നോട്ട് എടുത്ത് കൃത്യമായി രേഖപ്പെടുത്തി വെക്കുക. ഇപ്പോ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് മരണപ്പെടുന്ന വാർത്ത നമ്മൾ കേൾക്കുന്നുണ്ടല്ലേ. അപ്പോ ഇപ്പൊ ഈ ഒരു ഇസ്മ എന്ന് പറഞ്ഞാൽ ഇടി, മിന്നല്, കാറ്റ്, പ്രളയം, അതേപോലെ തന്നെ അപകടങ്ങള്, അഗ്നിബാധ, ഇങ്ങനെയുള്ള എല്ലാ അപകടങ്ങളെ തൊട്ടും കാവലാണ്. അപ്പൊ നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിലൊക്കെ ഗ്യാസ് ഉപയോഗിക്കാത്തവരായിട്ട് ആരും ഇല്ലല്ലോ. അപ്പൊ അത്തരം അപകടങ്ങളെ തൊട്ടൊക്കെ, തീയുമായി ബന്ധപ്പെട്ട അപകടങ്ങള്, പ്രകൃതിയുമായി ബന്ധപ്പെട്ട അപകടങ്ങള്, ഈ അപകടങ്ങളെ തൊട്ടരൊക്കെ രക്ഷ നേടാൻ ഈ മഹത്തായ ഇസ്മ നമുക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ യാ വക്കീലു യാ അല്ലാഹ്, യാ വക്കീലു യാ അല്ലാഹ്, യാ വക്കീലു യാ അല്ലാഹ് എന്നുള്ള ഇസ്മ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. ഈ ഇസ്മിന്റെ അദദ് എത്രയാണെന്ന് നമ്മൾ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതിനനുസരിച്ച് നിങ്ങൾക്ക് ആ അദദിനനുസരിച്ച് ചൊല്ലാവുന്നതാണ് ഇൻഷാ അല്ലാഹ്. ഈ ഇസ്മിനെ ധാരാളം പ്രകീർത്തിച്ചുകൊണ്ടിരുന്ന് പ്രത്യേകം ദുആ ചെയ്താൽ അല്ലാഹു അയാൾക്ക് വലിയ സുരക്ഷിതത്വം പ്രദാനം ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് വലിയ സുരക്ഷിതത്വം കിട്ടണമെന്നുണ്ടെങ്കിൽ, മറ്റുള്ളവരെ തൊട്ടൊക്കെ ഒരു ഹിഫ്ള് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ, അത് എന്തും ആകാം. സിഹറുമായി ബന്ധപ്പെട്ട് മറ്റുള്ളവരൊക്കെ ഇങ്ങനെ അത്തരം സിഹർ കൊണ്ട് പ്രയാസപ്പെടുന്നവരെ, ഐന് കൊണ്ട് പ്രയാസപ്പെടുന്നവരെ, ഷെയ്ത്വാനിന്റെ പ്രശ്നങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരെ, ഇത്തരം ആളുകൾക്കൊക്കെ
അസ്മാഉൽ ഹുസ്നയിലെ യാ വക്കീലു യാ അല്ലാഹ് എന്ന് പറയുന്ന ഇസ്മ അതിങ്ങനെ സ്ഥിരമായി ചൊല്ലിക്കൊണ്ടിരുന്നാൽ മതി, നല്ല ഫലമുണ്ടാകും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഇസ്മ പതിവായി ചൊല്ലിക്കൊണ്ടിരുന്നാൽ അയാളുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല സാധിച്ചു കൊടുക്കും. ഒരാൾ ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ എന്ന് ചൊല്ലൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ചില ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലാഹു മാത്രം മതി. അല്ലാഹുവാണ് നമുക്ക് ആ വിഷയത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത്. അതുകൊണ്ട് അല്ലാഹുവിൽ ഭരമേൽപ്പിച്ച് അല്ലാഹുവിൽ മതിയാക്കുന്നതിനെ കുറിച്ചൊക്കെ പറയുന്ന അതിവിശിഷ്ടമായൊരു ദിക്റാണ് ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് ഇത് ഒരു 70 തവണയൊക്കെ പ്രത്യേകം ചൊല്ലലിനെ പതിവാക്കിയാലും വലിയ നേട്ടമുണ്ടാകും. ഇതിൽ അസ്മാഉൽ ഹുസ്നയിൽ ഇസ്മുണ്ട്. അപ്പൊ എങ്ങനെ ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ, 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 ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ. ഇതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. അപ്പൊ അതിന് നല്ല ശ്രേഷ്ഠതയുണ്ടാകും. ആ ദിക്ർ ചൊല്ലേണ്ടത് അത് 70 തവണയാണ് ആ ദിക്ർ ചൊല്ലേണ്ടത്. അതിനെ ചൊല്ലലിനെ പതിവാക്കിയാൽ വലിയ ഫലം ലഭിക്കും. മാത്രമല്ല അവന്റെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു കിട്ടും. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു പ്രത്യേക കാവൽ അയാൾക്ക് ലഭിക്കുമെന്നുള്ളതാണ്. അസ്മാഉൽ ഹുസ്നയിലെ പവിത്രമേറിയ യാ വക്കീൽ എന്ന് പറയുന്ന ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. യാ വക്കീൽ എന്ന് പറയുന്ന ഇസ്മ അത് ചൊല്ലുന്ന സമയത്ത് അതിന്റെ അദദ് നമ്മൾ മനസ്സിലാക്കണം. അപ്പോ ചില പ്രത്യേക എണ്ണങ്ങളൊക്കെ പറയുമ്പോൾ ആ എണ്ണം തന്നെ ചൊല്ലാം. ഈ ഇപ്പൊ നേരത്തെ പറഞ്ഞെടുത്തൊന്നും എണ്ണം പ്രത്യേകം പറയാത്തത് കൊണ്ട് അതൊരു നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ബറക്കത്താക്കപ്പെട്ട ചില എണ്ണങ്ങളൊക്കെ എടുത്ത് നമുക്ക് ചൊല്ലാവുന്നതാണ്. 101 തവണ ചൊല്ലാം, 33 തവണ ചൊല്ലാം, 92 തവണ ചൊല്ലാം. അതേപോലെയുള്ള പ്രത്യേക അദദുകളൊക്കെ നോക്കിയിട്ട് നമുക്ക് ചൊല്ലാവുന്നതാണ്. ഇതിന്റെ അദദ് എന്ന് പറയുന്നത് വാവ് എന്ന് പറഞ്ഞാൽ അത് 6 ആണ്, കാഫ് 20 ആണ്, യാ 10 ആണ്, ലാം 30 ആണ്. അങ്ങനെ ടോട്ടല് 66 ആണ് ഇതിന്റെ ഒരു അദദ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഹാദിമായ മലക്ക്, ആ മലക്കിന് കീഴിൽ കഹ്യാഇൽ എന്ന് പറയും. അതിന്റെ കീഴില് 4 നായകന്മാരുണ്ട്. ഓരോ നായകന് കീഴിലും 66 അണികളുണ്ട്. ഓരോ അണികളിലും 66,000 മലക്കുകളുണ്ട്. അപ്പൊ ഈ മലക്കുകളൊക്കെ ഇതിന്റെ കീഴിലുള്ളവരും ഇതിന്റെ ഹാദിമിന്റെ കീഴിലുള്ളവരാണ്. അപ്പൊ നമ്മളിത് നിരന്തരം പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുമ്പോ ഈ ഇസ്മ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട ഇതിന്റെ ഹാദിമായ മലക്ക് വന്ന് നമ്മുടെ ആഗ്രഹങ്ങള് സാധിപ്പിച്ചു തരും എന്നുള്ളതാണ്. പക്ഷെ അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊന്നും പെട്ടെന്ന് ഒരാൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതല്ല. അതൊക്കെ വളരെ ആത്മാർത്ഥമായി കഠിനമായിട്ട് അതിന്റെ റിയാദകളൊക്കെ വീട്ടിയ ആളുകൾക്ക് വളരെ പെട്ടെന്ന് ഇതിന്റെ ഫലം കിട്ടും. ഇപ്പൊ അസ്മാഉൽ ഹുസ്ന കൊണ്ട് മാത്രം പരിഹാരങ്ങൾ കണ്ടെത്തുന്ന പലരെയും എനിക്ക് പേഴ്സണലായിട്ട് പരിചയമുണ്ട്. അവർ അസ്മാഉൽ ഹുസ്ന വിശുദ്ധ ഖുർആനിൽ അതേപോലെ തന്നെ മുത്തനബി തങ്ങൾ പറഞ്ഞ ഇത് ദുആകള്, ദിക്റുകള്, ഇത് മാത്രമാണ് അവർ പരിഹാരമായിട്ട് പറയാറുള്ളത്. നല്ല ഫലമുണ്ട്. അതുകൊണ്ട് നമുക്ക് തന്നെ ഒരുപാട് അനുഭവങ്ങളാണ് ഇവിടെ നേരിട്ട് വരുന്ന ഒരുപാട് ആളുകൾക്ക് നമ്മൾ പ്രധാനമായി പറഞ്ഞു കൊടുക്കാറുള്ളത് അസ്മാഉൽ ഹുസ്നയിലെ ഇസ്മുകള്, വിശുദ്ധ ഖുർആൻ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിൽ തത്തുല്യമായ വിഷയങ്ങൾക്ക് മുത്തുനബി തങ്ങൾ പറഞ്ഞ മറുപടികൾ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് മാത്രമാണ് നമ്മൾ പറഞ്ഞു കൊടുക്കാറുള്ളത്. പലരും ഇവിടെ നേരിട്ട് വരുമ്പോൾ അത് നിങ്ങളിവിടെ ആത്മാർത്ഥമായിട്ട് വരുന്ന സമയത്ത് നമ്മളും തന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇരിക്കുന്ന സമയത്ത് അങ്ങ് പറഞ്ഞു തരുമ്പോൾ നമ്മളെ മഹത്വം കൊണ്ടൊന്നല്ല, അതെപ്പോഴും പറയാറുണ്ട്. അത് നിങ്ങളാ ചൊല്ലുന്നതിന്റെ ആത്മാർത്ഥമായി ചൊല്ലുന്നതിന്റെ അല്ലേ, ആത്മാർത്ഥത ഉണ്ടാവണല്ലോ ഇങ്ങോട്ട് നേരിട്ട് വന്നത്, ഒരുപാട് ലോങ് സഞ്ചരിച്ചു വന്നത്. അപ്പോ അതിന്റെ ഒരു ആ ഇസ്മിന്റെ ഒക്കെ ബർക്കത്ത് കൊണ്ടാണ് അത് സാധിക്കുന്നത്. അപ്പൊ ഇത്തരം ഇസ്മുകൾ ധാരാളമായി ഉരുവിട്ടുകൊണ്ടിരിക്കുന്നവരുടെ അടുക്കലേക്ക് അവയുടെ ഹാദിമീങ്ങളായ മലക്കുകൾ പ്രത്യക്ഷപ്പെടും. അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കും. ഓരോ ഇസ്മുകൾക്കും പ്രത്യേകം ഹാദിമീങ്ങളുണ്ട്. നമ്മൾ എല്ലാ ദിവസവും അതിനെ കുറിച്ച് പറയാറില്ല. ഓരോ ഇസ്മുകൾക്കുണ്ട്.
അപ്പൊ അതിങ്ങനെ സ്ഥിരമായി ചൊല്ലിക്കഴിഞ്ഞാൽ അതിന്റെ ഫലം കിട്ടും. അപ്പൊ അസ്മാഉൽ ഹുസ്നയുടെ റിയാദ അത് പൂർത്തിയാക്കി വീട്ടാൻ കഴിയുന്നവരത് പൂർത്തിയാക്കി വീട്ടണം. അത് പൂർത്തിയാക്കി വീട്ടിയാൽ അത് വളരെ ഈ ഇത്തരം വിഷയങ്ങളൊക്കെ നമുക്ക് ലഭിക്കാൻ വലിയ കാരണമാകും. അനിവാര്യമാണ് ഇത്തരം വിഷയങ്ങൾ നമുക്ക് ലഭിക്കാൻ. അപ്പോ അസ്മാഉൽ ഹുസ്നയുടെ റിയാദ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും പറയാറുണ്ട്, വലിയ വലിയ റിയാദകളാണ്, ലക്ഷങ്ങൾ ചൊല്ലണം ചില അസ്മാഉൽ ഹുസ്നയുടെ റിയാദകളൊക്കെ പൂർത്തിയാക്കി വീട്ടാൻ. പക്ഷെ ഏതു സാധാരണക്കാർക്കും വളരെ പെട്ടെന്ന് പൂർത്തിയാക്കി വീട്ടാൻ പറ്റുന്ന ഏറ്റവും ലളിതമായ അസ്മാഉൽ ഹുസ്നയുടെ റിയാദ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ആ റിയാദ പൂർത്തിയാക്കി വീട്ടിയ കുറെ ആളുകളുണ്ട്. ഇത് കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ തന്നെ ഇവിടെ പലരും അതൊക്കെ പറഞ്ഞു ഇവിടെ വന്നിട്ട് തന്നെ നേരിട്ട് ഇജാസത്ത് വാങ്ങിച്ച് പൂർത്തിയാക്കി വീട്ടിയവരൊക്കെ ഉണ്ട്. അപ്പോ ചില ആളുകൾ പൂർത്തിയാക്കി വീട്ടിയപ്പോ അസ്മാഉൽ ഹുസ്നയുടെ വലിയ റിയാദയുണ്ടെന്ന് പറഞ്ഞപ്പോ അത് ഏതാണ് ഞങ്ങൾക്കൊന്ന് വീട്ടണം എന്ന് പറഞ്ഞു കൊടുത്തപ്പോ അത് നമ്മൾ ഇതുവരെ വീഡിയോയിൽ ഫുള്ളായിട്ട് പറഞ്ഞിട്ടില്ല. വലിയ വലിയ റിയാദകളും അത് കഠിനമായ റിയാദകളാണ്. അപ്പൊ അത് പെട്ടെന്ന് പൂർത്തിയാക്കി വീട്ടാൻ സാധിക്കുന്ന കരുതിയിട്ടോ ചില ആളുകൾ ചോദിച്ചിരുന്നു. അത് നമ്മളതിന്റെ ചെറിയ രൂപം ഉള്ളതിൽ വലിയതിൽ വെച്ച് തന്നെ ഒരു ചെറിയ രൂപമുണ്ട്. ആ ചെറിയ രൂപം പറഞ്ഞു കൊടുത്തപ്പോൾ തന്നെ അവർ ഞെട്ടിയതാണ്. കാരണം അങ്ങനെ നമുക്ക് കഴിയൂല. ചിലതൊക്കെ വർഷങ്ങളോളം ഇരിക്കേണ്ട റിയാദകളുണ്ട്, മാസങ്ങളോളം ഇരിക്കേണ്ടതുണ്ട്, നോമ്പെടുത്തിരിക്കേണ്ടതുണ്ട്, അതിലെ ഭക്ഷണത്തിൽ ചില ക്രമീകരണങ്ങൾ വരുത്തിയിട്ട് അതേപോലെ തന്നെ ചില പെരുമാറ്റങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള റിയാദകൾ, അങ്ങനെ വലിയ വലിയ റിയാദകളുണ്ട്. പക്ഷെ അത്തരം റിയാദകളൊക്കെ നമ്മൾ മാറ്റിവെച്ചിട്ട് സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ഏറ്റവും ചെറിയ റിയാദകൾ, ആ റിയാദകളാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ റിയാദകൾ പൂർത്തിയാക്കി വീട്ടുമ്പോൾ പ്രത്യേകം നമ്മൾ ഇത് ചെല്ലുന്ന സമയത്ത് നമുക്ക് നല്ല ഫലം ഉണ്ടാക്കും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അസ്മാഉൽ ഹുസ്നയിലെ ഓരോ ഇസ്മുകളെ കൊണ്ടുള്ള അമലുകൾ വളരെ പവർഫുൾ ആണ്, വളരെ എഫക്റ്റീവാണ്. അതുകൊണ്ടൊക്കെ പ്രയോഗങ്ങൾ നടത്തിയവർക്കേ അതിന്റെ അനുഭവം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന്റെ പ്രയോഗം കൃത്യമായി അറിയണം. അറിഞ്ഞ് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ലഭിക്കും. അതുകൊണ്ട് തന്നെ വളരെ ആത്മാർത്ഥമായി അസ്മാഉൽ ഹുസ്ന കൊണ്ട് അമൽ ചെയ്ത് അതിന്റെ റിസൾട്ട് നേരിട്ട് ആസ്വദിക്കാൻ വേണ്ടി കഴിയും. അപ്പൊ നല്ല സമയങ്ങൾ തിരഞ്ഞെടുത്ത് ഇനിയും അസ്മാഉൽ ഹുസ്നയുടെ റിയാദ വീട്ടാം. അസ്മാഉൽ ഹുസ്നയുടെ റിയാദയുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് വീട്ടേണ്ടത്, എന്തൊക്കെയാണ് ചൊല്ലേണ്ടത്, അസ്മാഉൽ ഹുസ്നയുടെ ഓരോ ആദതുകൾ എത്രയാണ്, അതൊക്കെ കൃത്യമായിട്ട് നമ്മൾ വിശദീകരിക്കുന്ന 2 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ വീഡിയോസിൽ അസ്മാഉൽ ഹുസ്നയുടെ ആദതുകൾ പറഞ്ഞപ്പോൾ അതിന്റെ പ്രിന്റിങ്ങിലും മറ്റുമൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. രണ്ടാമത്തെ നമ്മൾ ചെയ്ത ആ വീഡിയോയിൽ കൃത്യമായിട്ട് അതിന്റെ എണ്ണം കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആ രണ്ടാമത്തെ വീഡിയോയിൽ പറയുന്ന ആ എണ്ണം മനസ്സിലാക്കിയിട്ട് അസ്മാഉൽ ഹുസ്നയുടെ ആദതുകൾ അനുസരിച്ച് കൃത്യമായിട്ട് അതിന്റെ റിയാദ പൂർത്തിയാക്കി വീട്ടി അസ്മാഉൽ ഹുസ്ന ജീവിതത്തിൽ മുറുകെ പിടിച്ച് വളരെ ആത്മാർത്ഥമായിട്ട് അതുകൊണ്ട് അമൽ ചെയ്തു നോക്കൂ. ഏതു പ്രതിസന്ധികളും മല പോലെ വന്ന പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അത് മഞ്ഞൊരുകുന്നത് പോലെ ഉരുകി പോകുന്നത് കാണാൻ സാധിക്കും. പിന്നെ എല്ലാം അവന്റെ മുമ്പിൽ തുറക്കപ്പെടും. അള്ളാഹു എല്ലാ വിഷയങ്ങളിലും അവന് ഫത്ഹ് നൽകാൻ ആ ഒരു വിഷയം മാത്രം മതിയാകുന്നതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് അസ്മാഉൽ ഹുസ്ന റിയാദ എല്ലാവരും പൂർത്തിയാക്കി വീട്ടുക. ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് മുമ്പത്തെ വീഡിയോസുകളൊക്കെ നോക്കിയാൽ മതി. അപ്പോൾ അതിൽ കൃത്യമായിട്ട് നമ്മൾ ഓരോ ദിവസവും അതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് യാ വക്കീലിനെ കുറിച്ചാണ്, അൽ വക്കീലിനെ കുറിച്ചാണ്. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഇസ്മുകളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. അള്ളാഹു അസ്മാഉൽ ഹുസ്ന മുറുകെ പിടിച്ച് അസ്മാഉൽ ഹുസ്ന കൊണ്ട് അമൽ ചെയ്ത് നല്ല റിസൾട്ട് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോഴും ചില ആളുകൾക്കൊന്നും അസ്മാഉൽ ഹുസ്നയുടെ മഹത്വം മനസ്സിലായിട്ടില്ല. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, അസ്മാഉൽ ഹുസ്നെ കാണാതെ പഠിച്ച് മനസ്സിലാക്കിയിട്ട് അതിനെ കൃത്യമായി എണ്ണി മനസ്സിലാക്കി വെച്ചവര് അവർ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് മുത്തനബി തങ്ങളാ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അസ്മാഉൽ ഹുസ്ന ജീവിതത്തിൽ മുറുകെ പിടിക്കുക, അതുകൊണ്ട് അമൽ ചെയ്യുക, നല്ല റിസൾട്ട് ഉണ്ടാകും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നല്ല ദുആക്ക് ഇജാബത്തുള്ള സമയങ്ങളിലൊക്കെ പ്രത്യേകം അസ്മാഉൽ ഹുസ്ന ചൊല്ലി ദുആ ചെയ്താൽ നല്ല ഫലം ലഭിക്കും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും മുറാദുകൾ അല്ലാഹു ഹാസിലാക്കട്ടെ, രോഗങ്ങൾക്ക് ശിഫ നൽകട്ടെ, കടങ്ങൾ അല്ലാഹു വീട്ടിത്തരട്ടെ, പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അല്ലാഹു കാക്കട്ടെ, അപകട മരണങ്ങളെ തൊട്ട് കാക്കട്ടെ ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ഈ ഇസ്മ കൊണ്ട് എല്ലാവരും അമൽ ചെയ്തോളൂ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരാവർത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, നേരിട്ട് വരാനുള്ള ഡേറ്റ് എല്ലാ ദിവസവും നമ്മൾ പറയാറുണ്ട്. ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് നേരിട്ട് കാണാനുള്ള ഡേറ്റ് ഉണ്ടായിരിക്കുക. ചൊവ്വാഴ്ച വരാൻ വേണ്ടിയിട്ട് ഞായറാഴ്ചയാണ്
ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത്. പക്ഷെ ഞായറാഴ്ച 10 മണിക്ക് ശേഷമേ വിളിക്കാവൂ. വളരെ പെട്ടെന്ന് തന്നെ ബുക്കിംഗ് ഫുള്ളാകുന്നതുകൊണ്ട് നേരത്തെ വിളിക്കുന്നവർക്കാണ് ലഭിക്കുക എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് അസ്മാഉൽ ഹുസ്ന എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നമ്മുടെ മജ്ലിസിൽ വെച്ച് നമ്മൾ ചൊല്ലുന്നുണ്ട്. നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് അതിൽ പങ്കെടുക്കാം. നമ്മുടെ നൂറെ മദീനയുടെ മജ്ലിസിന്റെ ലിങ്ക് കിട്ടാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ടാവും. അത് ഫുള്ളാകാത്ത ഏതെങ്കിലും ഗ്രൂപ്പ് നോക്കിയിട്ട് അതിൽ ജോയിൻ ചെയ്താൽ മതി. അതേപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിന്റെ ID ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതിലൊക്കെ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ബാക്കിയുള്ള വിവരങ്ങളൊക്കെ അതിലൂടെ അറിയിക്കും. അല്ലാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും സലാമത്ത് നൽകട്ടെ. അസ്മാഉൽ ഹുസ്ന ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ ഒരാവർത്തി കൂടെ എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ്. അത് മാത്രം മതി നമ്മുടെ ഏതു പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട്. അത് അല്ലാഹുവിനെ നേരിട്ട് വിളിക്കുകയാണ്. യാ അല്ലാഹു യാ റഹ്മാനു യാ അല്ലാഹു യാ റഹീമു യാ അല്ലാഹ് എന്ന് പറയുമ്പോൾ അല്ലാഹുവിനെ വിളിക്കല്ലേ. അതുകൊണ്ട് തന്നെ വളരെ ആത്മാർത്ഥമായി അതുകൊണ്ട് അമൽ ചെയ്യാം. അല്ലാഹു എല്ലാ ഇസ്മ കൊണ്ടും അമൽ ചെയ്യുന്ന ഏതു വിഷയങ്ങൾക്ക് വേണ്ടിയാണ് അമൽ ചെയ്യുന്നത്. അല്ലാഹു എല്ലാ മുറാദുകളും അല്ലാഹു ഹാസിലാക്കി തരട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.